ദൈവത്തിന് മഹത്വം. എക്സോഡസ് ബൈബിൾ സ്റ്റഡി എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ലീഡ് ബൈബിൾ സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം ചിന്തിച്ചത് അബ്രഹാമിന്റെ പുത്രനായ ദാവീദ് പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി അല്ലേ. അവിടുന്ന് യേശു ക്രിസ്തുവിന്റെ വംശാവലി തുടങ്ങുമെന്നാ പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് യേശു ക്രിസ്തുവിന്റെ വംശാവലി തുടങ്ങുന്ന ആ വാക്യങ്ങൾ നമ്മൾ അവിടെ യേശു ക്രിസ്തുവിന്റെ വംശാവലി വരുന്നതിനിപ്പുറം നമ്മൾ പറഞ്ഞു യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അതല്ലേ. അതിന്റെ ശകല ഭാഗം കൂടെ ഉണ്ട്. അത് നമുക്ക് ഇന്ന് പറയുന്ന മെസ്സേജിന്റെ ബാക്കി ഭാഗമായിട്ട് അതെല്ലാം കറക്റ്റായിട്ട് ക്ലിയർ ആയിക്കോളും. നമുക്കെന്നാൽ ഇന്ന് നമുക്ക് ഇതിന്റെ തുടർച്ച തന്നെയാണ് ഈ യേശു ക്രിസ്തുവിന്റെ വംശാവലി തുടങ്ങുന്നതിന് ഇപ്പുറമുള്ള കാര്യം കൂടെ ഒന്ന് ചിന്തിക്കണമല്ലോ. യേശു ക്രിസ്തു വംശാവലി തുടങ്ങുന്നതിന് ഇപ്പുറമുള്ള കാര്യം കൂടെ അതിന്റെ പുറകിലുള്ള ഒരു കാര്യം ചിന്തിക്കണം. ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യം ചിന്തിക്കണം. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട യേശു ക്രിസ്തു ദൈവപുത്രനാണ് അല്ലേ. യേശു ക്രിസ്തു ദൈവപുത്രനാണ്, മനുഷ്യനായിട്ട് ജനിച്ചു അല്ലേ. പക്ഷെ ഈ യേശു ക്രിസ്തു ദൈവമാണെന്ന്, പഴയ നിയമത്തിലെ ദൈവമാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അതും കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ദൈവമാണെന്ന്. ഭൂമി ജനിച്ച യേശു ദൈവപുത്രനാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ദൈവമാണ് അല്ലേ. തൃത്വമുണ്ട്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവും അല്ലേ. മൂന്ന് പേരും ഒന്നാണെന്ന് പറയണം അല്ലേ. അത് അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്. 3 പേര് ഒന്നാണ് അല്ലേ. നമ്മൾ പറയുന്ന പോലെ 3 പേർക്കും 3 വ്യക്തിത്വമുണ്ട്. 3 തരത്തിലാണ് പ്രത്യക്ഷപ്പെട്ടതും മനുഷ്യരുമായിട്ട് സംസാരിച്ചതും ഇതെല്ലാം നമ്മൾ പറഞ്ഞു. പക്ഷെങ്കിൽ ഈ 3 പേരും ഒരാളാണെന്ന് നമുക്ക് പറയണം അല്ലേ. എന്നല്ല ബൈബിൾ കറക്റ്റായിട്ട് ശരിയാകത്തുള്ളൂ. 3 പേരും ഒരാളാണെന്ന് തെളിയിക്കണം. അപ്പൊ നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9:28 മുതൽ 36 വരെ വായിക്കാം. നമ്മളിത് നേരത്തെ വായിച്ചൊരു വാക്യം കൂടാ അല്ലേ. നമ്മൾ കഴിഞ്ഞ മുൻ എപ്പിസോഡിൽ പറഞ്ഞൊരു വാക്യം കൂടാ. അപ്പൊ ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. അതിനെ ആസ്പദമാക്കി നമുക്ക് കഴിവോട് ചിന്തിക്കാം. അന്നേരം നമുക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും. ഓക്കെ. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8-ാം നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. ഒന്ന് ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന പത്രോസിനെ യാക്കോബിനെ അവിടെ നിർത്തിയല്ലേ. നിർത്തി വെച്ച് ശകലോടെ മുന്നോട്ട് പോയി അല്ലേ. മലയിൽ കയറി. പത്രോസ് ഇരിക്കുന്നിടത്ത് പത്രോസ്, യാക്കോബ് യോഹന്നാൻ ഇരിക്കുന്നത് ശകലോടെ മുന്നോട്ട് പോയി. പത്രോസൊക്കെ യാക്കോബോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ യേശു ഇച്ചിലൂടെ മുന്നോട്ട് പോയി. ഓക്കെ. മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് അവന്റെ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു. മോശയും ഏലിയാവും തന്നെ. ഓക്കെ. അവർ തേജസ്സിൽ പ്രത്യക്ഷനായി. അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും യേശുവിന്റെ തേജസ്സിനെയും അല്ലെ അവനോട് കൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അതിനു മുമ്പേ പറഞ്ഞു 2 പേര് തേജസ്സിലാ വന്നേ അല്ലേ. യേശുവിന്റെ തേജസ് ഉണ്ട് അല്ലെ. ഓൾറെഡി അവന്റെ വസ്ത്രമെല്ലാം മാറി അല്ലെ. അപ്പം 2 പേര് തേജസ്സിൽ വന്നു അല്ലെ. ആ തേജസ്സോടെ നിൽപ്പുണ്ടോ? വായിക്കേ. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട് ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്നും ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. അവർ കണ്ടത് ഒന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു. ഇത് നമ്മൾ നേരത്തെ ഒന്ന് ചിന്തിച്ചതാണ്. എന്നാലും ഇതിന്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു മെസ്സേജിന്റെ കറക്റ്റായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന എന്തോടെ കറക്റ്റായിട്ട് ദൈവവചനം യേശു എന്ന് പറയുന്ന ദൈവപുത്രൻ പഴയ നിയമത്തിലെ ദൈവമാണെന്ന് തെളിയിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണിത്. അപ്പൊ ഇതെങ്ങനെ തെളിയിക്കും അല്ലെ. ഇത് നമ്മളൊക്കെ ചിന്തിക്കുക എങ്ങനെ തെളിയിക്കും എന്നുള്ളത് അല്ലെ. എങ്ങനെ നമുക്കത് മനസ്സിലാവും? നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമുക്കിത് ആദ്യം മുതൽ ഒന്ന് ചിന്തിക്കാം. ദൈവം, പഴയ നിയമത്തിലെ ദൈവം ഈ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവായിട്ട് വന്നു അല്ലെ.
യേശു ക്രിസ്തു ദൈവമായത് എങ്ങനെയാണ്? അല്ലെ, പരിശുദ്ധാത്മാവ് ഉണ്ട്, യേശു ക്രിസ്തു ദൈവമായത് എങ്ങനെയാണ്? പഴയ നിയമത്തിലെ ദൈവം ഈ പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു ക്രിസ്തു എങ്ങനെയാണ് ദൈവമായത്? അല്ലെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യമുള്ള ചിഹ്നം. അതിന് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതിന്റെ ഒരു കാരണം, നമ്മൾ പഴയ നിയമത്തിലെ വാക്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് പറയാം, അതിന്റെ മീനിങ്ങും കൂടെ പറയാം. അല്ലെ, നമുക്ക് ഇവിടെ കണ്ടത് മോശയെ കണ്ടു. അല്ലെ, മോശയെ കണ്ടു. മോശയുടെ കാര്യം ചിന്തിക്കുമ്പോൾ, മോശ ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് എന്റെ ജനത്തെ വിട്ടയപ്പാൻ മരുഭൂമിയിൽ കൂടെ കൊണ്ടുവന്നു. ഇസ്രായേലിൽ നിന്ന് വിടുവിപ്പാനായിട്ട് മോശയെ തെരഞ്ഞെടുത്തു. അല്ലെ, മോശയെ തെരഞ്ഞെടുത്തിട്ട് അവര് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ, അതിനു മുമ്പേ യോർദാൻ കടന്നു. അല്ലെ, യോർദാൻ കടന്ന് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രമാണം കൊടുക്കണം. അല്ലെ, മോശയ്ക്ക് ദൈവത്തിന്റെ പ്രമാണം കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്ക് അഥവാ ദൈവത്തിന്റെ ജനത്തിന് പ്രമാണം കൊടുക്കണം, കൽപ്പന കൊടുക്കണം. അല്ലെ, കൽപ്പന കൊടുക്കാൻ നേരത്ത് മോശ പുറപ്പാട് പുസ്തകത്തിൽ അത് വായിക്കുന്നുണ്ട്. അല്ലെ, 13-ാം അധ്യായത്തിലൊക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പൊ മോശയോട് ദൈവം കൽപ്പിച്ചു, ഒരു കാര്യം പറഞ്ഞു, നീ എന്റെ കൂടെ പർവ്വതത്തിൽ കയറി വരണം. അല്ലെ, പർവ്വതത്തിൽ കയറി വന്നാൽ ഞാൻ നിന്നോട് സംഭവിക്കാനുള്ള കാര്യം നമ്മുടെ ജനത്തിന്, അല്ലെ, നമ്മുടെ ജനത്തിന് വേണ്ടിയ കൽപ്പനകൾ, ദൈവത്തെ എങ്ങനെ ആചരിക്കണം, എന്താണ് കൽപ്പന, ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നെ ആ കൽപ്പനയുമായിട്ട് നിന്നെ വിട്ടേക്കാം എന്നല്ലേ പറഞ്ഞു. അപ്പം മോശ എന്താ ചെയ്തു? മോശ അഹ്റോനെയും ഹൂരിനെയും യോശുവയും കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോയി. അല്ലെ, മുന്നോട്ട് ചെന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ നിർത്തി അവരെ. അല്ലെ, അവരെ നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാന് പർവ്വതത്തിൽ പോയിട്ട് വരാം. അല്ലെ, ദൈവത്തിന്റെ അടുക്കൽ പോയിട്ട് വരാം. അല്ലെ, ദൈവമായിട്ട് സംസാരിച്ചിട്ട് വരാം. എന്തുവരായിക്കോട്ടെ, അതാ അവിടെ നിർത്തി. അവരെ 3 പേരെ അവിടെ നിർത്തി. ഇവിടെ നമ്മൾ കാണുന്നത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അല്ലെ, ഇവരെ 3 പേരെ യേശു ഒരിടത്ത് നിർത്തി. അല്ലെ, ഇത് രണ്ടും ഒന്നാണ്. 3 പേര്, ഇവിടെ 3, അവിടെ 3. ഓക്കെ, 3 പേര് ഒരാളെ പർവ്വതത്തിന് താഴെ നിർത്തി. ഇവിടെ യേശുവിന്റെ കൂടെ വന്നിട്ട് യേശു സ്വല്പം കൂടെ മാറി മുന്നോട്ട് പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മോശ എന്തോ ചെയ്തു? പർവ്വതത്തിലേക്ക് കയറിപ്പോയി. അല്ലെ, പർവ്വതത്തിലേക്ക് കയറിപ്പോയിട്ട് പർവ്വതം മേഘം കൊണ്ട് മൂടി. അല്ലെ, അങ്ങനെയല്ലേ വായിക്കുന്നത്? 13-ാം അധ്യായത്തിൽ കിടന്നു. ഇത് വായിക്കാൻ തന്നെ ഒത്തിരി സമയം അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകാം, ചരിത്ര പശ്ചാത്തലം പറഞ്ഞു പോകാം. അപ്പം മോശ എന്തോ ചെയ്തു? പർവ്വതത്തിൽ കയറി. പർവ്വതം മേഘം കൊണ്ട് മൂടി. അല്ലെ, മേഘം കൊണ്ട് മൂടി യഹോവയുടെ തേജസ്സും സീനായ പർവ്വതത്തിൽ വന്നു. അല്ലെ, ആവസിച്ചു. മോശ പർവ്വതത്തിൽ കയറി നിൽക്കുക, പർവ്വതം മേഘം കൊണ്ട് മൂടി. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വന്നു, ദൈവം അവിടെ ഇറങ്ങി വന്നു. അല്ലെ, ദൈവം ഇറങ്ങി വന്നു. 6 ദിവസം കഴിഞ്ഞിട്ട് ദൈവം ഇറങ്ങി വന്നു. അല്ലേ, അങ്ങനെയല്ലേ വായിക്കുന്നേ? 6 ദിവസം മൂടിയിരുന്നു എന്ന് പറഞ്ഞാൽ 6 ദിവസം മൂടി എന്ന് പറഞ്ഞാൽ ഈ മോശ പാപിയാ. അല്ലെ, പാപികളുടെ കൂടെ അല്ലെങ്കിൽ പാപത്തിന്റെ കൂടെ ദൈവത്തിന് വസിക്കാനൊക്കത്തില്ല. അപ്പൊ ഇവന്റെ പാവം മരണം ഈ മേഘം കൊണ്ട് മൂടണം എന്ന് പറഞ്ഞാൽ ദൈവിക തേജസ് കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ ഇവന്റെ പാവം മാറത്തുള്ളൂ എന്ന് പറഞ്ഞ് പഴയ നിയമകാലത്ത്, പഴയ നിയമം തന്നെയാ പറയുന്നെങ്കിലും, ആദാമിനും ഹവ്വായിക്കും കൊടുത്ത തേജസ് ഉണ്ട്. ആ തേജസ് ഉണ്ടായിരുന്നപ്പോഴല്ലേ ദൈവം കൂടെ നടന്നത്. അതെ, ആദാമിന്റെ ഹവ്വയോട് ദൈവം കൂടെ നടന്നത് എന്തുകൊണ്ട്? തേജസ് ഉണ്ടായിരുന്നോണ്ടല്ലേ കൂടെ നടന്നത്. പാപം ചെയ്തുകൊണ്ട് ദൈവത്തിന് കൂടെ നടക്കാൻ ഒത്തില്ല. അപ്പൊ ഈ പർവ്വതത്തിലോട്ട് മോശ കയറിയപ്പോ ഇവൻ ഈ പഴയ തേജസ് കൊടുക്കണേ, ആദാമിനും ഹവ്വായിക്കുള്ള തേജസ് കൊടുക്കണം. തേജസ് കൊടുത്തു കഴിഞ്ഞാലേ ദൈവത്തിന് സംസാരിക്കാനോ ഇടപെടാനോ ഒക്കത്തുള്ളൂ, കൂടെ നടക്കാനൊക്കത്തുള്ളൂ. അപ്പൊ ഈ തേജസ് കൊടുത്തു, പർവ്വതത്തിൽ കയറിയപ്പോ ഈ തേജസ് കൊടുത്തു കഴിഞ്ഞിട്ട് ദൈവമായിട്ട് സംസാരിച്ചു. അല്ലെ, ദൈവമായിട്ട് സംസാരിച്ചിട്ട് കൽപ്പനയൊക്കെ കൊടുത്ത് ഇറങ്ങി വരുക. അല്ലെ, സംഭവിച്ചവർ അങ്ങനല്ലേ, കൽപ്പനയൊക്കെ വാങ്ങിച്ചോണ്ട് ഇറങ്ങി വരുമ്പോ ആരാ? ഈ മോശയുടെ മുഖം എങ്ങനെ ഇരുന്നു? പ്രകാശിച്ചു, തേജസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മനുഷ്യന് കൊടുത്ത തേജസ് മോശയുടെ മേൽ വന്നു. മോശ ആരായിരുന്നു? മോശ ഇസ്രായേൽ മക്കളെ നയിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരാള്. അല്ലെ, ആ തെരഞ്ഞെടുത്ത ആള് പർവ്വതത്തിലേക്ക് കയറിയപ്പോൾ, സീനായ പർവ്വതത്തിലേക്ക് കയറി വെച്ച് തിരിച്ചു വന്നപ്പോൾ അവന്റെ മുഖം പ്രകാശിച്ചു എന്ന് പറഞ്ഞാൽ പഴയ തേജസ്സോടാ വന്നേ. ആദാമിനും ഹവ്വായിക്കും കൊടുത്ത തേജസ്സോടാ പുള്ളി ഇറങ്ങി വന്നേ. പർവ്വതത്തിൽ ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ ദൈവം തേജസ് ഉണ്ടായിരുന്നു. ദൈവത്തോട് കൂടെ സംസാരിച്ച ദൈവമാണ് എഴുതി കൊടുത്തത്. ദൈവം എഴുതി കൊടുത്ത കൽപ്പന കാട്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുക. അപ്പോൾ ഇവിടെ എന്തോ പരിപാടിയാ? ഇസ്രായേൽ മക്കളെ അഹരോനും എല്ലാരും കൂടെ എന്തോ ചെയ്തു? ഹൂരും എല്ലാരും കൂടെ എന്ത് പരിപാടി ചെയ്തു? കാളക്കുട്ടി ഉണ്ടാക്കി അവര് വിഗ്രഹത്തെ ഉണ്ടാക്കി, വിഗ്രഹം നമ്മുടെ ദൈവമായിട്ട് അംഗീകരിച്ച് മോശ പോയിരിക്കുമല്ലോ. മോശ 1-2 ദിവസമല്ല, 6 ദിവസം അവിടെ മേഘം പർവ്വതം കൊണ്ട് മൂടി. അല്ലെ, അത് കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വരുന്നേ. അല്ലെ, 40 ദിവസം എന്ന് പറയുമ്പോൾ രാവും പോലെ 40 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ തന്നെ മോശ പോയി.
എന്ന് പറഞ്ഞ് ഇവരടുത്ത പരിപാടി അങ്ങ് തുടങ്ങി. ഇസ്രായേൽ മക്കൾ അഹരോൻ ഉൾപ്പെടെ അടുത്ത പരിപാടി അങ്ങ് തുടങ്ങി അല്ലേ. അഹരോൻ എല്ലാവരുടെയും സ്വർണം എല്ലാം വാങ്ങിച്ച് വിഗ്രഹം ഉണ്ടാക്കി കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചോണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ മോശയുടെ മുഖം എങ്ങനെ ഇരിക്കുന്നത്? തേജസ്സോടെ വരുന്നത് അല്ലേ. ദൈവത്തെ കണ്ടുവച്ച് വരുക, ദൈവമായിട്ട് സംസാരിച്ച് ഇടപെട്ട് ഇറങ്ങി വരിക. ഇറങ്ങി വരുമ്പോൾ എന്ത് പറ്റി? ഈ കാഴ്ചയാണ് മോശയ്ക്ക് ശരിക്കും കോപം വന്നു, ദേഷ്യം വന്നു അല്ലേ. നമ്മുടെ സാധാരണ രീതിയിൽ പറഞ്ഞാൽ ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് എന്നാ ചെയ്തു? ദൈവം കൊടുത്ത കൽപ്പന എറിഞ്ഞങ്ങ് പൊട്ടിച്ചു അല്ലേ. ദൈവം കൊടുത്ത കൽപ്പന. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടുണ്ട്. ഈ മോശയ്ക്ക് ഒരു കാരണവശാൽ ഈ ജനത്തിന്റെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലാൻ ഒക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് സംസാരിച്ചുള്ള ആ ദൈവീയ ദേശം മോശയുടെ ദേഹത്തുണ്ട്, മുഖത്തുണ്ട്. ഈ മുഖം കൊണ്ട് അഥവാ ഈ ദൈവീയ ദേശം കൊണ്ട് ഈ ജനത്തിന്റെ പാപികളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലാൻ ഒക്കത്തില്ല. ഒന്ന് പറഞ്ഞാൽ അഹരോന്റെ ഇടയിലോട്ടും ചെല്ലാൻ ഒക്കത്തില്ല. അഹരോനും പാപിയാ. പറഞ്ഞ മനസ്സിലല്ലേ? ഈ പാപത്തിന് കൂടെ ദൈവത്തിന് വസിക്കാൻ ഒക്കത്തില്ല. ആദാമും ഹവ്വായും അങ്ങനെയായിരുന്നു. പാപം ഇല്ലാത്തവർ അന്ന് ദൈവം കൂടെ ഉണ്ടായിരുന്നു അല്ലേ, കൂടെ നടക്കുവായിരുന്നു. അപ്പം വീണ്ടും മോശയ്ക്ക് ദൈവിക ദേശം പ്രാപിച്ചു കഴിഞ്ഞപ്പോ ഈ ജനത്തിന്റെ ഇറങ്ങാൻ ഒക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഇവർ പാപം ചെയ്തുകൊണ്ടിരിക്കുക, പാപികളാ. മോശ ദൈവത്തോട് കൂടെ സംസാരിച്ചിട്ട് ഇറങ്ങി വരിക, കൽപ്പനയും വാങ്ങിച്ചുകൊണ്ട് വരിക. അപ്പം മോശയ്ക്ക് ദേഷ്യം വന്നു അല്ലേ. ദേഷ്യം വന്നപ്പോ എന്തോ ചെയ്തു? കൽപ്പന എറിഞ്ഞു പൊട്ടിച്ചു അല്ലേ. ഉടച്ചു കഴിഞ്ഞപ്പോ തന്നെ ഇവന്റെ ദൈവിക തേജസ് നഷ്ടപ്പെട്ടു. ദൈവമായിട്ട് സംസാരിച്ചോണ്ട് വന്നിരിക്കുക അല്ലേ. ദൈവമായിട്ട് സംസാരിച്ചോണ്ട് വന്നിട്ട് ദൈവിക കൽപ്പന എറിഞ്ഞു പൊട്ടിച്ചു അല്ലേ. പൊട്ടിച്ചു വെച്ചാണ് നേരെ ചെന്ന് ജനത്തിന്റെ ഇടയിലോട്ട് ചെല്ലുന്നേ. അതിനു മുമ്പേ ചെല്ലാൻ ഒക്കത്തില്ല. ദൈവിക തേജസ് ഉണ്ട്. ഇവര് പാപികളാ, അടുക്ക ചെല്ലാൻ ഒക്കത്തില്ല. ഇതേ സംഭവം തന്നെ പുതിയ നിയമത്തില് യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെ കൊണ്ട് നിർത്തിപ്പിച്ച് മാറി. യേശു മാറിപ്പോയി. യേശു മാറി പ്രാർത്ഥിച്ചപ്പോ എന്തോ രൂപം മാറി അല്ലെ, ഭാവം മാറി, വ്യത്യാസം വന്നു. അപ്പൊ അവിടെ നിൽക്കുന്ന ആരാ? യേശു അല്ല, ദൈവം അവിടെ നിൽക്കുന്നു. പഴയ നിയമത്തിലെ ദൈവം അവിടെ നിൽക്കുന്നത്. പഴയ നിയമത്തിലെ ദൈവം തെളിയിക്കാൻ വേണ്ടിയാണ് അവിടെ മോശയെ കൊണ്ട് നിർത്തിയത്. ഈ മോശ ഏലിയാവിനെ കൊണ്ട് നിർത്തി പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് ഞാൻ അല്ലേ, അവിടെ തെളിയിക്കണം. അപ്പം പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് ഞാൻ അവിടെ കൊണ്ട് തെളിയിച്ചു. ഇത്ര ഭാവമായല്ലോ. അപ്പൊ ഈ മോശ ദൈവിക തേജസ് കണ്ടും വെച്ച് ദൈവത്തോട് സംസാരിച്ചും വെച്ച് ഇറങ്ങി വരുക. ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബൈബിൾ വായിക്കുന്നത് മോശ ദൈവത്തിന്റെ പിൻഭാഗം മാത്രമേ കണ്ടുള്ളൂ അല്ലേ. അങ്ങനല്ലേ വായിക്കുന്നേ? അപ്പം പിൻഭാഗം മാത്രം കാണാനായിട്ട് കാരണം എടാ മോശ കണ്ടതല്ലേ, മോശ ദൈവത്തെ കണ്ടതല്ലേ, പിന്നെ അങ്ങനെ മോശയുടെ പിൻഭാഗം മാത്രം കാണുന്നു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക തേജസ്സോടെ തേജസ് നഷ്ടം. ദൈവം കൊടുത്ത തേജസ് നഷ്ടപ്പെട്ടുകൊണ്ട് ആദാമിന് ഹവ്വായിക്കും ദൈവത്തിന് കൂടെ നടക്കാൻ നേരത്തെ കൂടെ നടക്കാൻ ഈ തേജസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ മോശയ്ക്ക് ഈ ദൈവ തേജസ് കൊടുത്തു. ദൈവമായിട്ട് സംസാരിച്ചു. ദൈവത്തിന്റെ കൽപ്പനകൾ മൊത്തം വാങ്ങിച്ചോണ്ട് ഇറങ്ങി വരുക അല്ലേ. ഇറങ്ങി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തടുത്തേ ഇവിടെ പാപം ചെയ്യുക. മൊത്തം പേര് പാപം ചെയ്യുക. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവിക തേജസ് മോശയുടെ നഷ്ടപ്പെട്ടു. ആ ദൈവിക തേജസ് നഷ്ടപ്പെട്ടാണ് അവരവന്റെ എല്ലാവരും കൂടെ ഇറങ്ങാൻ മോശയ്ക്ക് പറ്റിയത്. ഈ തേജസ്സും കൊണ്ട് ഇറങ്ങാൻ ഒക്കത്തില്ല. ഈ ദൈവിക തേജസ് ദൈവവുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ദൈവത്തെ നമുക്ക് നേരിട്ട് കാണാം. ദൈവിക തേജസ് ഉണ്ടെങ്കിൽ അതാണ് ദൈവിക തേജസ് നഷ്ടപ്പെടും. ദൈവത്തിന് മനുഷ്യനുമായിട്ട് ബന്ധമില്ലാതായി പോയത് എന്ന് പറഞ്ഞാൽ സംസാരമൊക്കെ ഉണ്ട്. മേഘസ്തംഭമായിട്ട് അതിന് അഗ്നിസമ്പത്തായിട്ടൊക്കെ നിന്നു. പക്ഷെങ്കിൽ സംസാരമൊക്കെ ഉണ്ട്. പക്ഷെ കൂടെ നടക്കാനൊക്കെ പറ്റില്ല. ഇപ്പം കൂടെ നടക്കാനായിട്ട് മോശ കൂടെ നടന്നു വെച്ച് ഇറങ്ങി വന്നപ്പോൾ നെരുവിടെ പാപം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മോശയുടെ ദൈവതേജസ് നഷ്ടപ്പെട്ടു വെച്ച് മോശ ജനത്തിന്റെ നടുവിൽ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് മോശ പിന്നെ ചരിത്രങ്ങളെല്ലാം വായിക്കുന്നുണ്ട്. പിന്നെ വായിക്കുന്നത് മോശ ദൈവത്തിന്റെ പിൻഭാഗം കണ്ടു അല്ലേ. അതന്നെ ദൈവത്തിന്റെ നേരത്തെ പിൻഭാഗം മൊത്തം കണ്ടുവെച്ച് വന്ന് ദൈവത്തെ മുഴുവൻ കണ്ടുവെച്ച് വന്നിട്ട് ഇപ്പം പിൻഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അതാണ് അവിടുത്തെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ ആ തേജസ് നഷ്ടപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ പിൻഭാഗം മാത്രമേ കണ്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ മുന്നേ അവൻ കണ്ടായിരുന്നു. അന്ന് ദൈവിക തേജസ് പ്രാപിച്ചും വെച്ച കൽപ്പനയും കൊണ്ട് ഇറങ്ങി വന്നേ. വീണ്ടും ഈ ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തെ കാണാനായിട്ട് മോശയ്ക്ക് കഴിഞ്ഞില്ല. അതവിടെ അത്രേ ഭാഗം അവിടെ കറക്റ്റായ. അത് കഴിഞ്ഞിട്ട് ഏലിയാവിന്റെ അടുക്കലോട്ട് വന്നു അല്ലേ. ഏലിയാവ് ഭയങ്കര വീരനായിരുന്നു അല്ലേ. ഏലിയാവ് രഥങ്ങളുടെ മുന്നേ ഓടും, കുതിരപ്പോറോ ഒന്നോർത്ത്. അപ്പം എത്രമാത്രം ശക്തിയുണ്ട് ദൈവത്തിന്റെ ആത്മാവിന് അല്ലേ. കൃപ നോഹിക്ക് ലഭിച്ച് ഈ കൃപ എങ്ങോട്ടും പോയിട്ടില്ല അല്ലേ. ഈ കൃപ ഏലിയാവിന്റെ മേലുണ്ട്. ഏലിയാവ് അത്ഭുതങ്ങൾ ചെയ്തു അല്ലേ, അടയാളങ്ങൾ ചെയ്തു. അവന്റെ ശിഷ്യനായ ഏലിശ ഉണ്ട്. ഏലിശ എന്തോ ചെയ്തു? അവന്റെ കൂടെ നടന്നു. ഏലിശ ഇവിടുന്ന് എടുക്കപ്പെടുമെന്ന് അവന് മനസ്സിലായി അല്ലേ. എടുക്കപ്പെടുമെന്ന് അവന് മനസ്സിലായി. അവന് മനസ്സിലായപ്പോ എന്തോ ചെയ്തു? ഇവന്റെ കൂടെ ഒന്നും മാറത്തില്ല. ഒരു കാരണവശാലും ഏലിയാനെ വിട്ട് മാറത്തില്ല. ഏലിയാനെ വിട്ട് മാറാതെ അങ്ങോട്ട് വന്ന് യോർദാൻ അല്ലേ കടന്ന് അക്കരെ ചെന്നു അല്ലേ. അക്കരെ ചെന്ന് കഴിഞ്ഞപ്പോ എന്തോ ചെയ്തു?
ഏലിയാവ് ചോദിച്ചു, നിനക്ക് എന്തോ വേണോ അല്ലേ, നിനക്ക് എന്ത് വേണം ചോദിച്ചില്ലേ? അന്നേരം വേണം വിട്ടിട്ട് പോകാം. പക്ഷെ പോയില്ല. എന്തോ ചെയ്തു? എലീശായോട് ചോദിച്ചു ഏലിയാവ്, നിനക്ക് എന്ത് വേണം? അപ്പം പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് അല്ലേ. തന്നേക്കാം അല്ലേ, തന്നേക്കാം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, എന്നെ നീ കാണണം. എടുത്തോണ്ട് പോകും അല്ലേ, എടുക്കപ്പെടുമ്പോ എന്നെ നീ കാണണം എന്നൊരു വ്യവസ്ഥ അവിടെ വെച്ചു അല്ലേ, ഒരു വ്യവസ്ഥ, കണ്ടീഷൻ അവിടെ വെച്ചു. എന്തോ ആയാലും ചുഴലിക്കാറ്റ് വന്നു, ഏലിയാവിനെ അങ്ങെടുത്തു അല്ലേ. ഏലിയാവിനെ എടുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് എലീശ കണ്ടു അല്ലേ. എലീശ പൊങ്ങിപ്പോയപ്പോൾ, പറന്നു പോയപ്പോൾ, ഏലിയാവിനെ ചുഴലിക്കാറ്റ് എടുത്തപ്പോൾ അവന്റെ പുതപ്പ് എന്ന് പറഞ്ഞാലുണ്ട് അവന്റെ ഇല്ലേ കൃപ. കൃപ എന്ന് പറഞ്ഞാൽ ഈ കൃപ ഇവിടുന്ന് പോകാനൊക്കത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? നോഹയ്ക്ക് കൃപ ലഭിച്ച് ഈ കൃപ അങ്ങോട്ട് പോകാനൊക്കത്തില്ല, മേളിലോട്ട് പോകാനൊക്കത്തില്ല. ഒരു കാരണവശാലും മേലിൽ പോകാനൊക്കത്തില്ല. മേലിൽ പോയി കഴിഞ്ഞാൽ ഈ കൃപയുടെ അവസാനമായി വെച്ചാൽ പിന്നെ കൃപ വരത്തില്ല. ഒരു പ്രാവശ്യം മേലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കൃപ വരുന്നില്ല. അതുകൊണ്ട് ഈ കൃപ മേളിലോട്ട് പോകാതിരുന്നു വെച്ചാൽ ആർക്കിട്ട് കൊടുത്തു? ഏലീശയ്ക്ക് പുതപ്പായിട്ട് ഇട്ട് കൊടുത്തു. എലീശ എന്നിട്ട് എന്നാ ചെയ്തു? വീരപ്രവർത്തനം ഏലിയാവ് ചെയ്തതിന്റെ ഡബിൾ എന്ന് ചെയ്തു അല്ലേ. ഡബിൾ ചെയ്തു. ലാസ്റ്റിൽ ഏലീശയെ കൊണ്ട് അടക്കി കഴിഞ്ഞപ്പോ അടക്കിയ അവന്റെ അസ്ഥിയെ ചെന്ന് ഇവന്റെ ശരീരം മുട്ടിയപ്പോ കുറച്ച് ചാടി വന്നിട്ട് അല്ലേ. അങ്ങനല്ലേ? അപ്പം അവിടെ അത്ഭുതം ചെയ്തു. ഈ കൃപ അഥവാ ഏലിയാവിൽ നിന്ന് പ്രാപിച്ച കൃപ എലീശ. പക്ഷെ ഈ കൃപ വിട്ടും വെച്ച് പോയി. ആരാ? ഏലിയാവ് അങ്ങ് പോയി അല്ലേ. ഏലിയാവിന്റെ കൃപ ഒരാൾക്ക് കൊടുത്തും വെച്ചാ പോയി അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ കൃപ പോകാനൊക്കത്തില്ല. ഈ കൃപ പോയപ്പോൾ ദൈവം ഉണ്ടല്ലോ, മോശയ്ക്കൊരു തേജസ് കൊടുത്തല്ലോ. എവിടെ? പർവ്വതത്തിൽ കയറിപ്പോ ഇപ്പൊ മുകളിലേക്ക് പോയപ്പോ ഈ തേജസ്സിലോട്ട് അങ്ങ് പോയി. തേജസ്സിൽ പോയി വെച്ചാൽ ആ തേജസ്സും കൊണ്ട് അവിടെ വന്ന് നിൽക്കുക. ഈ നിന്നും വെച്ച് പിന്നെ വരുന്നത് എവിടെ വരുന്നേ? ലൂക്കോസിന്റെ സുവിശേഷത്തിലാ അല്ലേ. 9:22 വരുന്നേ. ഏതാ? യേശുവിന്റെ കൂടെ ദൈവത്തിന്റെ കൂടെ നിന്ന രണ്ട് കക്ഷികൾ അല്ലെ. നമ്മളത് ചിന്തിക്കണ്ട. ദൈവത്തിന്റെ കൂടെ നിന്ന രണ്ട് കക്ഷികൾ, അതായത് മോശയും ഏലിയാവും അല്ലെ. മോശയും ഏലിയാവും ദൈവത്തിന്റെ കൂടെ ആയിരുന്നു അല്ലെ. ദൈവം അവനെ എടുത്തോണ്ട് പോയി. ഒരാളെ ദൈവത്തിന്റെ കൂടെ നടന്നു, കൽപ്പനകൾ കൊടുത്തു. രണ്ടുപേരും പോയി അല്ലെ. രണ്ടുപേരും പോയപ്പോൾ ഈ രണ്ടുപേരെ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്തു? പുതിയ നിയമത്തിൽ കൊണ്ട് സ്ഥാപിച്ചു. അതിനെ പുതിയ നിയമത്തിൽ കൊണ്ട് സ്ഥാപിക്കേണ്ടത് പത്രോസിനെ യാക്കോബിന്റെയും യോഹന്നാന്റെ മുന്നിലോട്ട് ഈ രണ്ടുപേരെ കൊണ്ട് താമസിപ്പിച്ചു അല്ലെ. അവരെ കൊണ്ട് കാണിച്ചു. ഇവർക്ക് മനസ്സിലാവും. അത് തന്നെ പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് ഞാൻ. അതിന് പഴയ നിയമത്തിലെ വ്യക്തികളെ കൊണ്ട് കാണിച്ചാലേ പുതിയ നിയമത്തിലെ വ്യക്തികൾ ആരും ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ സംസാരമൊക്കെ ഉണ്ട്, പക്ഷെ കൂടെ നടക്കുന്നില്ല. അതിന് നടക്കാതിരിക്കാനായിട്ട് യേശു ഇച്ചിരി മുന്നോട്ട് മാറിപ്പോയത്. എന്ന് പറഞ്ഞാൽ യേശു ദൈവത്തിന്റെ തേജസ് വന്നു കഴിഞ്ഞാൽ മനുഷ്യന് കൂടെ നിൽക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഈ പത്രോസിനെ യാക്കോബിനെ മാറ്റിയെടുത്ത് ഒരു മലയിലോട്ട് കയറിയത്. എന്ന് പറഞ്ഞാൽ ദൂരം വെച്ചത് ഈ ദൈവിക തേജസ് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയ മനുഷ്യനെ സൃഷ്ടിച്ചുള്ളൂ അല്ലേ. ഈ തേജസ്സിൽ ഒരു പ്രാവശ്യം ദൈവത്തിന്റെ കൂടെ നടന്ന മനുഷ്യൻ അല്ലേ. ആരെ? ആദാം ദൈവത്തിന്റെ കൂടെ നടന്ന. ഇത് കഴിഞ്ഞ പിന്നെ ദൈവത്തിന്റെ കൂടെ മോശയ്ക്ക് നടക്കാനൊക്കെ അല്ലേ. ഹാനോക്ക് നടന്നു, നോഹ നടന്നു അല്ലെ. ദൈവത്തോട് കൂടെ നടന്നു. പിന്നെ മോശ കയറി ദൈവത്തോട് സംസാരിച്ച് ജനങ്ങളെ നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു അല്ലെ. ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? മോശയുടെ ഏലിയാവിന്റെ രണ്ടുപേരും കൂടി ഇവിടെ നിർത്തി അല്ലെ. അപ്പൊ ഇവര് മൂന്നുപേരും നമ്മുടെ അഹരോനും ഊരും യോശുവയും ഇവിടെ പഴയ നിയമത്തിൽ അവരവിടെ നിൽക്കുന്നു. ഇവിടെ കൊണ്ടുവന്ന് പത്രോസ് യാക്കോബ് യോഹന്നാനെ കൊണ്ട് നിർത്തി വെച്ച മലയിലോട്ട് ആര് കയറി? യേശു മലയിലോട്ട് പോയി. മോശ എവിടെ കയറി പോയി? പർവ്വതത്തിലോട്ട് കയറി പോയിട്ട് മേഘം കൊണ്ട് മൂടി. ഇവിടെ എന്തോ സംഭവിച്ചു? ദൈവത്തിന്റെ ആത്മാവ് എന്തോ തേജസ്സോടെ യേശുവിനെ തേജസ് കൊണ്ട് മൂടി അല്ലെ. തേജസ് കൊണ്ട് മൂടി. ഇത് രണ്ടുപേരും അത് ഈ തേജസ് കൊണ്ട് മൂടിയപ്പോ അവരുടെ മുന്നിൽ ആര് വന്നു? മോശയും എന്തുകൊണ്ടാ അവിടെ വന്ന് മൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോശയും ഏലിയാവും പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് ഞാൻ ഈ പുതിയ നിയമത്തിലെ യേശു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവിടെ കൊണ്ട് നിർത്തി. അപ്പൊ അത് മനസ്സിലായോ? അവിടെ കൊണ്ട് നിർത്തിയിട്ട് പിന്നുള്ള സംഭവങ്ങൾ നമുക്ക് നല്ലപോലെ ചിന്തിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നല്ലപോലെ ചിന്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.